ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ബരാബർ പ്രേമിസ്ത എന്ന തെലുങ്ക് മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ഫാമിലിയെ കാണിക്കുന്നു. ആ ഫാമിലിയിൽ അമ്മ, അച്ഛൻ, മകൻ, മകൾ എന്നിവരാണുള്ളത്. മകൻ വളരെ ചെറിയൊരു കുട്ടിയാണ്. ഇവർ 4 പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ കണ്ണു നിറഞ്ഞുകൊണ്ട് മകളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊരു കാര്യമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന്. എന്താ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്ത് പറ്റി എന്ന് അവൾ ചോദിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ആ പെൺകുട്ടി ഒരു പയ്യനുമായി പ്രണയത്തിലാണ്. നീ അവനെ പ്രണയിക്കാൻ പാടില്ലായിരുന്നു എന്ന് അച്ഛൻ പറയുമ്പോൾ അവൻ വളരെ നല്ല പയ്യനാണ് അച്ഛാ എന്ന് ഈ കുട്ടി പറയാണ്. അവൻ നല്ല പയ്യൻ തന്നെയായിരിക്കാം, പക്ഷെ അവൻ ധർമ്മാണി ഫാമിലിയിൽ പെട്ടവനാണ്. ധർമ്മാണി ഫാമിലിയിലെ ഒരു പയ്യനെ നീ കല്യാണം കഴിച്ചു പോയാൽ നമ്മളെല്ലാവരും വളരെ മോശമായി കാണും. ഇത്രയും കാലം ഈ ഗ്രാമത്തിൽ വളരെ അന്തസ്സായി ജീവിച്ചവനാണ് ഞാൻ. ഇനി എനിക്ക് തലയുയർത്തി നടക്കാൻ കഴിയില്ല. നമ്മുടെ ജാതിക്കാർ തന്നെ നമ്മളെ പുച്ഛത്തോടെ നോക്കും. അത് കഴിഞ്ഞാൽ ഈ ധർമ്മാണി ഫാമിലിക്കാർ നമ്മളെ പുച്ഛിക്കാൻ തുടങ്ങും എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവനെയാണ് ഇഷ്ടം. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവനെ മാത്രമേ കഴിക്കൂ എന്ന് ആ പെൺകുട്ടി വളരെ ഉറപ്പിച്ചു പറയുന്നു. ഇത് കേട്ട അമ്മ ഭയങ്കര ടെൻഷനാവുന്നു. നിന്റെ അച്ഛൻ എത്രത്തോളം സങ്കടപ്പെട്ടിട്ടാണ് ഈ കാര്യം പറയുന്നത്? നീ ഒരു മനസാക്ഷിയുമില്ലാതെ അദ്ദേഹത്തോട് ഇങ്ങനെയാണോ മറുപടി പറയുന്നത് എന്ന് അമ്മ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു അവൾ ഇങ്ങനെ തന്നെ സംസാരിക്കുമെന്ന്. നീ ആ പയ്യന്റെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം. എന്നാൽ എനിക്ക് എൻ്റെ അഭിമാനം വിട്ടുകൊടുക്കാൻ കഴിയില്ല. തലകുനിച്ച് നടക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് ആ പെൺകുട്ടി ശരിക്കും ഞെട്ടിപ്പോകുന്നു. സത്യത്തിൽ ആ പെൺകുട്ടി കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രമല്ല അദ്ദേഹം വിഷം കലർത്തിയത്. ആ പെൺകുട്ടി മരിച്ചാലും അവർക്കത് പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കുമുള്ള ഭക്ഷണത്തിൽ അദ്ദേഹം വിഷം കലർത്തിയിരുന്നു. ആ ഫാമിലി മൊത്തം ആ ഭക്ഷണം കഴിച്ചു മരിക്കുന്നു. ഈ ഗ്രാമവാസികളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. പൊതുവെ ഈ ഗ്രാമവാസികൾ 2 വിഭാഗങ്ങളായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ധർമ്മാണി, മറ്റേ ഗ്രൂപ്പ് കർമ്മാണി. ഒരു ഗ്രൂപ്പിന് മറ്റേ ഗ്രൂപ്പിനെ കണ്ടുകൂടാ. ഇവർ നിൽക്കുന്ന സ്ഥലത്ത് അവർ വരില്ല, അവർ നിൽക്കുന്ന സ്ഥലത്ത് ഇവരും പോവില്ല. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ 2 ഗ്രൂപ്പും ഒരുമിച്ചൊരു സ്ഥലത്ത് വരികയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അടി നടന്നിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ചു കാലം മുമ്പ് തുടങ്ങിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ എന്നു മുതലാണ് ഈ പ്രശ്നം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അത് ഈ ഗ്രാമവാസികൾക്കും അറിയില്ല. തലമുറകളായി ഈ പ്രശ്നം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇത് എവിടുന്ന് തുടങ്ങി എന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് ഒരു ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബസ്സിൽ ഈ നാട്ടിലേക്ക് പുതുതായി പോസ്റ്റിംഗ് കിട്ടി വരുന്ന ഒരു ഗവൺമെൻറ് ഓഫീസറെ കാണിക്കുന്നു. പുള്ളി ബസ്സിൽ ഒരു സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതേ ബസ്സിൽ ഒരു സീറ്റ് കാലിയായി കിടക്കുന്നുണ്ട്. എന്നാൽ ഒരു യാത്രക്കാരൻ മാത്രം സീറ്റിലിരിക്കാതെ നിൽക്കുകയാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട്, ഹലോ, ഇവിടെ സീറ്റ് കാലിയാണല്ലോ, വന്നിരിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അയാൾ ആ സീറ്റിലേക്ക് നോക്കിയിട്ട് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. അപ്പോഴാണ് ആ ബസ്സിലുള്ള ഒരാൾ പറയുന്നത്, ഈ ഗ്രാമത്തിൽ ഞങ്ങൾ 2 വിഭാഗങ്ങളായി പിരിഞ്ഞിരിക്കുകയാണ്. അവിടെ സീറ്റിലിരിക്കുന്ന ആൾ കർമ്മാണി ജാതിക്കാരനും നിൽക്കുന്ന ആൾ ധർമ്മാണി ജാതിക്കാരനുമാണ്. അതുകൊണ്ട് ഇവർ 2 പേരും ഒരിടത്ത് ഒന്നിച്ചിരിക്കില്ല എന്ന് അയാൾ പറയുന്നത് കേട്ടിട്ട്, ഇതെന്ത് ഗ്രാമമാണെടാ എന്ന് ഈ ഗവൺമെൻറ് ഓഫീസറും ആലോചിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഫൈനലി പുള്ളി ആ ഗ്രാമത്തിൽ വന്നിറങ്ങാണ്. രുദ്രാരം എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. ഈ ഗ്രാമത്തിനുള്ളിലേക്ക് 2 റോഡുകൾ പോകുന്നുണ്ട്. ഒരു റോഡിലൂടെ കർമ്മാണി ജാതിക്കാരും മറ്റേ റോഡിലൂടെ ധർമ്മാണി ജാതിക്കാരും പോകുന്നു. ഈ ഗവൺമെന്റ് ഓഫീസൊക്കെ അവിടുത്തെ സർപ്പഞ്ചിന്റെ വീട് അറിയണമായിരുന്നു. അതുകൊണ്ട് കർമ്മാണികളുടെ അടുത്തേക്ക് പോയി സർപ്പഞ്ചിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല എന്നയാൾ പറയുന്നു. ശരി, ധർമ്മാണി ആളുകളുടെ അടുത്തെങ്കിലും പോയി ചോദിക്കാമെന്ന് കരുതി അവിടെ പോയി ചോദിച്ചപ്പോൾ, ഞാൻ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല, ആരെയും അവിടെ ഇരുത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞ് അയാളും പോകുന്നു. ശരി, പഞ്ചായത്ത് ഓഫീസിലേക്ക് ഗൂഗിൾ മാപ്പ് നോക്കി നടന്നു പോകാമെന്ന് കരുതി പുള്ളി നടക്കാൻ തുടങ്ങുകയാണ്. ഒടുവിൽ ആ പഞ്ചായത്ത് ഓഫീസിൽ പുള്ളി എത്തുകയാണ്. അവിടെ ഒരു യൂട്യൂബർ നിൽക്കുന്നുണ്ട്. അയാൾ ഈ ഗവൺമെന്റ് ഓഫീസറെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഓ, നിങ്ങളാണോ പുതുതായി വന്ന സെക്രട്ടറി? സാറിന്റെ പേരെന്താണ്? തന്റെ പേര് പവൻ എന്നാണെന്ന് അദ്ദേഹം മറുപടി പറയുന്നു. നീ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പവൻ ചോദിക്കുമ്പോൾ, ഞാനാണ് സാർ ഈ പഞ്ചായത്ത് ഓഫീസിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. ഒരു യൂട്യൂബർ ആകണം, യൂട്യൂബിൽ ഫേമസ് ആവണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഈ പഞ്ചായത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാറുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നു. അപ്പോൾ പവൻ ചോദിക്കുന്നുണ്ട്, ഇത് എന്ത് നാടാണ് ഭയ്? ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ എപ്പോഴും അടികൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. അവിടെ കട്ട് ചെയ്താൽ ഈ ഗ്രാമത്തിലുള്ള ഒരു കുടിയനെയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ മദ്യം വാങ്ങാൻ കയ്യിൽ കാശില്ല. വീട്ടിൽ അവിടെയും ഇവിടെയും കിടന്ന സാധനങ്ങളൊക്കെ പെറുക്കി വിറ്റ് എങ്ങനെയൊക്കെയോ ഒരു ബിയർ വാങ്ങാനുള്ള പണം അവൻ റെഡിയാക്കുന്നു. ഗ്രാമത്തിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറി വന്ന് പൈസ കൊടുത്തിട്ട് ബിയർ വേണമെന്ന് ചോദിക്കുമ്പോൾ ബിയറൊക്കെ തീർന്നു പോയി എന്ന് കടക്കാരൻ പറയാണ്. അവൻ കെഞ്ചാൻ തുടങ്ങാണ്, ഞാൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്താണ് വന്നിരിക്കുന്നത്, ഒരു ബിയർ പോലും ഇല്ല ചേട്ടാ, എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ശരി, ഞാൻ കുടിക്കാൻ വേണ്ടി ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അത് തരാം എന്ന് പറഞ്ഞ കടക്കാരൻ അത് കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുന്നു. അവിടെ ധർമ്മാണി ജാതിക്കാരും മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കാശ് കൊടുക്കാനായി വരുമ്പോൾ കൈ തട്ടി ടേബിളിലിരുന്ന ആ ബിയർ കുപ്പി താഴെ വീണ് പൊട്ടുന്നു. ഉണ്ടായിരുന്ന ഒരേ ഒരു ബിയർ കുപ്പി നീ പൊട്ടിച്ച് കളഞ്ഞോളോടാ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുമ്പോൾ, നീ കർമ്മാണി ജാതിക്കാരനല്ലേ, ഒരു ധർമ്മാണി ജാതിക്കാരനെതിരെ വോയിസ് ഉയർത്തി സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ച് അവരവനെ തല്ലാൻ തുടങ്ങുന്നു.
എൻ്റെ മേൽ കൈ വെച്ചല്ലേടാ, ഇരിക്കെ, ഞാൻ എൻ്റെ പിള്ളേരെ കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ പോയി അവൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വരുന്നു. തല്ലിയ ആൾ തനിച്ച് സൈക്കിളിൽ പോകുമ്പോൾ അവരവനെ വളഞ്ഞിട്ട് പൊതിരെ തല്ലുകയാണ്. അത് കഴിഞ്ഞ് അവൻ അവരുടെ ആളുകളെയൊക്കെ വിളിക്കുകയും അവരവിടെ വന്ന് അവനെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതേസമയം അവൻ ഓടിച്ചു വന്ന സൈക്കിൾ അവരവിടെയുള്ള കുളത്തിലേക്ക് തള്ളിയിടുന്നു. നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കർമാണികളുടെ കയ്യിൽ നിന്ന് ധർമാണികൾ അടി വാങ്ങിയെന്നൊരു പേര് തന്നെ വരരുത്. ആര് ചോദിച്ചാലും വഴുതി വീണതാണെന്ന് പറയണം. രാവിലെ വന്ന് നമുക്ക് സൈക്കിൾ എടുക്കാം, അതിനുശേഷം ആ പിള്ളേരെ എങ്ങനെ ഡീൽ ചെയ്യണമോ അങ്ങനെ ഡീൽ ചെയ്യാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും പോകുന്നു. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കുറച്ച് റൗഡീസൊക്കെ കയ്യിലുള്ള ഒരു കുട്ടിയാണ്. കോളേജ് കഴിഞ്ഞ് ഗ്രാമത്തിലേക്ക് വരുമ്പോഴാണ് ഹീറോയിൻ ആ കാര്യം അറിയുന്നത്. ഇന്നലെ രാത്രി നമ്മുടെ ഗ്രൂപ്പിലെ ഒരു പയ്യനെ അവരുടെ ആളുകൾ തല്ലി എന്ന് കേട്ട് ഹീറോയിൻ ആ പയ്യനെ കാണാനായി പോകുന്നു. അവന്റെ ഒരു കാലം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ ഒരു കാലം ഒടിച്ച് അവന്റെ 2 കാലം ഞാൻ ഒടിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഹീറോയിൻ കൃത്യമായൊരു പ്ലാൻ ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ ആ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യാനായി സ്വന്തമായൊരു ടീം ഫോം ചെയ്യാണ്. ഈ ടീമിന് നമ്മുടെ ഹീറോയിൻ എങ്ങനെയാണോ ഹെഡ്, അതുപോലെ തന്നെ മറ്റേ ടീമിന്റെ ഹെഡാണ് നമ്മുടെ ഹീറോ. ഇപ്പോൾ ഈ 2 ടീമും ഒരിടത്ത് വെച്ച് ഭയങ്കരമായി അടികൂടുന്നു. ഹീറോയുടെ ടീം വളരെ സ്ട്രോങ് ആയി എതിർക്കുന്നതുകൊണ്ട് ഹീറോയിന്റെ ടീമിലുള്ളവരൊക്കെ പേടിച്ചോടുകയാണ്. ഹീറോയിൻ പേടിച്ച് ഒരിടത്ത് പോയി ഒളിച്ചിരിക്കുന്നു. അപ്പോൾ ഹീറോ പോയി നോക്കുമ്പോൾ ഹീറോയിൻ്റെ അരക്കെട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഹീറോ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഹീറോയിൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടാൻ തുടങ്ങുന്നു. ഹീറോ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അവിടെ കട്ട് ചെയ്താൽ ഹീറോയിൻ്റെ വീടാണ് കാണിക്കുന്നത്. ഹീറോയിൻ്റെ അച്ഛൻ അവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചേക്കാം എന്ന് കരുതി ചെറുക്കനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഇതിനായി ഒരു ബ്രോക്കറോട് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ പവൻ അവിടെ വരുമ്പോൾ പഞ്ചായത്ത് ഓഫീസിന് വെളിയിൽ എല്ലാവരും വടിയും കമ്പും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇവരിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പവൻ ചോദിക്കുമ്പോൾ എല്ലാവരും മീറ്റിങ്ങിന് വന്നാണെന്ന് കൂടെയുള്ള ആൾ പറയുന്നു. മീറ്റിങ്ങിന് സർപഞ്ചും വാർഡ് മെമ്പർമാരും മാത്രം വന്നാൽ പോരെ, ഇവരൊക്കെ എന്തിനാ എന്ന് പവൻ ചോദിക്കുകയാണ്. ഈ ഗ്രാമത്തിൽ എപ്പോഴും ഇങ്ങനെയാണ് സാർ, കണ്ടില്ലേ അവർ ചായ വരെ സപ്ലൈ ചെയ്യാൻ തുടങ്ങി, ഇന്ന് എന്തായാലും അടി ഉറപ്പാണ് സാർ എന്നയാൾ പറയുന്നു. നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് കരുതി പവൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. സത്യത്തിൽ ഈ പഞ്ചായത്ത് ഓഫീസിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് തങ്ങൾക്ക് ന്യായം വേണമെന്ന് പറഞ്ഞ് ഇവർ അടികൂടും എന്നാണ് ആ ചായക്കടക്കാരൻ ഉദ്ദേശിച്ചത്. നോക്കുമ്പോൾ അവിടെ ഒരു ഡോക്ടർ തന്റെ ഹോസ്പിറ്റൽ സെറ്റപ്പ് മൊത്തം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഗ്രാമത്തിലുള്ള ഡോക്ടർ വരെ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളുമായി അഡാപ്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഓഫീസിനുള്ളിൽ മീറ്റിംഗ് നടക്കുകയാണ്. ഈ ഗ്രാമത്തിനായി ഗവൺമെന്റ് അനുവദിച്ച ഫണ്ടിൽ ഒരു 15 ലക്ഷം രൂപ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ആ 15 ലക്ഷം വെച്ച് ഈ ഗ്രാമത്തിൽ ഒരു കോൺക്രീറ്റ് റോഡ് പണിയാം എന്ന് പവൻ സജസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഈ ഗ്രാമവാസികൾ 2 വിഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുകയാണല്ലോ. അവരൊരു അഭിപ്രായം പറയാണ്, ഇവർ മറ്റൊരു അഭിപ്രായം പറയുന്നു. ആ അഭിപ്രായ വ്യത്യാസം അവസാനം കയ്യാങ്കളിയിലേക്ക് മാറുകയാണ്. ഇതെല്ലാം ആ യൂട്യൂബർ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ വാഗ്വാദം നടക്കുമ്പോൾ വെളിയിൽ അവർ പരസ്പരം അടിച്ചു പറത്തുകയാണ്. ചോര തെറിക്കുന്ന രീതിയിൽ അവർ പരസ്പരം അടികൂടുന്നു. ഓരോരുത്തർക്കും അടി കിട്ടുമ്പോൾ ഈ ഡോക്ടർ പോയി അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ ഹീറോ ഈ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം വീഡിയോയിലിരുന്ന് കാണുകയാണ്. അങ്ങനെ കാണുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഹീറോയിന്റെ അച്ഛൻ ഹീറോയുടെ അച്ഛന്റെ മേൽ കൈവച്ചിട്ടുണ്ടായിരുന്നു. അത് വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് കരുതി ഹീറോ തന്റെ ഫ്രണ്ട്സിനെയും കൂട്ടി ഹീറോയിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റിൽ ഹീറോയിൻ വന്ന് വഴി തടയുന്നു. എത്ര ധൈര്യമുണ്ട് നിനക്ക്, നീ ഞങ്ങളുടെ ഏരിയയിലേക്ക് വന്നോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ നിന്റെ അച്ഛൻ എൻ്റെ അച്ഛന്റെ മേൽ കൈവച്ചു, അതിന് പകരം ചോദിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് ഹീറോ പറയുന്നു. പ്രതികാരം ചെയ്യാൻ വന്ന മുഖങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഹീറോയിൻ ഹീറോയെയും അവന്റെ ഫ്രണ്ട്സിനെയും കളിയാക്കുന്നു. എന്നെ താണ്ടി നീ എൻ്റെ അച്ഛനെ തൊടുവോ, അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്ന് ചോദിച്ച് ഹീറോയിൻ ഹീറോയുടെ നെഞ്ചിലടിക്കുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് ധൈര്യമുണ്ടോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അന്ന് രാത്രി അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൾ ആ കലാപത്തിൽ നിന്ന് പേടിച്ചോടി ഒരിടത്ത് പോയി ഒളിച്ചിരുന്നു. അവളുടെ മുഖം എനിക്ക് വ്യക്തമായി കാണാൻ പറ്റിയില്ല. ആ വെളിച്ചത്തിൽ അവളുടെ അരക്കെട്ട് മാത്രമേ കണ്ടുള്ളൂ. ആ അരക്കെട്ടിന്റെ സ്വന്തക്കാരി നീ തന്നെയല്ലേ എന്ന് ചോദിച്ച് ഹീറോ അവളെ കളിയാക്കുന്നു. ആ സമയം നോക്കി ഹീറോയുടെ അച്ഛന്റെ ഫോൺ കോൾ വരികയാണ്. അതുകൊണ്ട് അവർ പ്ലാൻ ക്യാൻസൽ ചെയ്ത് അവിടെ നിന്നും പോകുന്നു. അവൻ തന്നെ കളിയാക്കിയല്ലോ എന്ന് കരുതി ഹീറോയിന് ഭയങ്കര ദേഷ്യം വരുന്നു. ഇപ്പോൾ ഹീറോയും ഫ്രണ്ട്സും ബൈക്കിൽ ട്രിപ്പിൾസ് പോവാണ്. ഹീറോയിൻ പോലീസിൽ ഇൻഫർമേഷൻ കൊടുക്കുകയും പോലീസ് വന്ന് ട്രിപ്പിൾസ് ആണോടാ പോകുന്നത് എന്ന് ചോദിച്ച് അവരെ റോഡിൽ വെച്ച് പിടിക്കുകയും ചെയ്യുന്നു. പോലീസിനെ കണ്ട് പമ്മി നിൽക്കുന്ന ഇവർ 3 പേരെയും ദൂരെ നിന്ന് നോക്കി ഹീറോയിൻ കളിയാക്കി ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര കലിപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ചായക്കടയിലിരുന്ന് ഇവർ സംസാരിക്കുകയാണ്. ഇവള് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഹീറോ പറയാണ്. അപ്പോൾ ഹീറോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, സത്യത്തിൽ ഹീറോയിന്റെ അച്ഛൻ അവൾക്ക് കല്യാണം കഴിപ്പിക്കാനായി ചെറുക്കനെ അന്വേഷിക്കുന്നുണ്ട്. അതേടാ, അവളുടെ കല്യാണം പെട്ടെന്ന് നടക്കണം. ആ കല്യാണം വളരെ ഗംഭീരമായി തന്നെ നടക്കണം. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞതിന് ശേഷം അവളുടെ ഭർത്താവ് അവളെ ഇട്ട് ഓടിപ്പിക്കണം. അവൾ തിരിച്ച് ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു വാഴപ്പിണ്ടിയായി നമ്മൾ അവളെ കാണണം. അതൊരു വല്ലാത്ത ഫീലായിരിക്കും എന്നൊക്കെ ഹീറോയും ഫ്രണ്ട്സും കൂടി ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോൾ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോയാൽ ആ ബ്രോക്കർ ഒരുപാട് ഫോട്ടോസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പയ്യനെ ചൂസ് ചെയ്യാൻ പറയുമ്പോൾ ഹീറോയിൻ ആ ഫോട്ടോസ് എല്ലാം നോക്കിയിട്ട് എനിക്ക് ആരെയും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. വീണ്ടും തന്റെ ടീമിനെ കാണാനായി അവൾ പോവാണ്.
അന്ന് രാത്രി അടിച്ചതിന് ഇതുവരെ പകരം ചോദിച്ചില്ലല്ലോ, അതുകൊണ്ട് പ്ലാനൊക്കെ ഇട്ട് പോയാൽ ശരിയാവില്ല. ഇത്തവണ ഡയറക്റ്റ് അറ്റാക്ക് തന്നെയാണെന്ന് പറഞ്ഞ് അവരൊരു ടീമുമായി ഹീറോയെ അറ്റാക്ക് ചെയ്യാനായി വരുമ്പോൾ നമ്മുടെ ഹീറോ യാതൊരു കൂസലുമില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട്. അടിയുണ്ടാക്കി ആരാണ് വലിയവനെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇവര് കളത്തിലിറങ്ങി 2 ഗ്രൂപ്പും തമ്മിൽ ഭയങ്കരമായി അടികൂടുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അടുത്ത ദിവസം രാവിലെ ഹീറോനോട് വീട്ടിലുള്ളവർ വളരെ വേഗത്തിൽ റെഡിയാവാൻ പറയുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ നിന്റെ അച്ഛൻ തന്നെ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇന്ന് പെണ്ണ് കാണാനായി അവർ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയിനെ സാരിയൊക്കെ ഉടുപ്പിച്ച് കാപ്പി കൊടുത്ത് വിടുന്നു. ഹീറോയിനാണെങ്കിൽ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ആ പയ്യന് കാപ്പി കൊടുത്തിട്ട് അവൾ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് നോക്ക്, എനിക്ക് ഈ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ചായ കുടിച്ചിട്ട് നിങ്ങൾക്ക് പോവാം. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് വീട്ടുകാർ ചോദിക്കുമ്പോൾ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് പറഞ്ഞ് ചെറുക്കന്റെ വീട്ടുകാർ വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ ഹീറോയിൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി റൂമിലേക്ക് പോകുമ്പോൾ അവളുടെ കയ്യിലുള്ള ഒരു മുറിവ് ശ്രദ്ധിക്കുന്നു. ഈ മുറിവ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഇവർ തമ്മിൽ അടി നടന്നില്ലേ, ആ സമയത്ത് ഉണ്ടായതാണ്. അടി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഹീറോയിൻ കാൽ വഴുതി അവിടെ പൊട്ടിക്കിടന്ന കുപ്പികളുടെ മുകളിലേക്ക് വീഴാൻ പോയിരുന്നു. അപ്പോൾ ഹീറോ വന്ന് പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായ മുറിവാണത്. അടിയുണ്ടാക്കുമ്പോൾ പോലും ഹീറോയിനൊന്നും സംഭവിക്കരുത് എന്നൊരു കരുതലോട് കൂടിയിട്ടാണ് അവൻ സപ്പോർട്ട് ചെയ്തത്. അത് നമ്മുടെ ഹീറോയിന് വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഇത്രയും കാലം ഹീറോയെ ശത്രുവായി കണ്ടിരുന്ന ഹീറോയിൻ അവനെ പ്രണയത്തോടെ നോക്കാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം പതിവ് പോലെ പാടത്തിന്റെ അവിടെ ഹീറോയും അവന്റെ ഫ്രണ്ട്സും വീഡിയോ ഒക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വഴി ഹീറോയിൻ തന്റെ ചേട്ടന്റെ കൂടെ ബൈക്കിൽ കോളേജിലേക്ക് പോകുന്നുണ്ട്. മനഃപൂർവ്വം അവളുടെ കയ്യിലുള്ള ബാഗ് താഴെ ഇട്ടിട്ട് ചേട്ടനോട് വണ്ടി നിർത്താൻ പറഞ്ഞ് താഴെ ഇറങ്ങി ആ ബാഗ് എടുക്കുന്ന പോലെ ഹീറോയെ പ്രണയത്തോടെ ഒന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്. ഹീറോ ഭയങ്കര കൺഫ്യൂഷനോടെ അവളെ നോക്കുന്നുണ്ട്. ഇവൾ ഒരിക്കലും എന്നെ ഇങ്ങനെ നോക്കാറില്ലല്ലോ, പിന്നെന്താണ് ഇവൾ ഇങ്ങനെ നോക്കിയത് എന്ന് അവനും ആലോചിക്കാൻ തുടങ്ങുകയാണ്. രാത്രി ഹീറോ വീടിന് പുറത്ത് കട്ടിലിട്ട് ഉറങ്ങായിരുന്നു. അപ്പൊ ഹീറോയിൻ രഹസ്യമായി ഹീറോയെ കാണാനായി അവന്റെ വീട്ടിലേക്ക് വരുന്നു. പെട്ടെന്ന് കണ്ണു തുറന്ന് ഹീറോ നീ എന്താ ഇവിടെ എന്ന് ചോദിച്ച് ചുറ്റും നോക്കാൻ തുടങ്ങുന്നുണ്ട്. എവിടെ നിന്റെ ഗ്യാങ്, എന്നെ അറ്റാക്ക് ചെയ്യാൻ നിങ്ങൾ വളഞ്ഞിരിക്കുകയാണോ എന്ന് അവൻ ചോദിക്കുന്നു. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഗ്യാങ്ങിന്റെ കൂടെ ഒന്നും അല്ല വന്നത്, തനിച്ചാണ് വന്നത്. ഗ്യാങ്ങിന്റെ കൂടെ വരുമ്പോൾ നിന്നെ ഫോക്കസ് ചെയ്ത് അടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തനിച്ച് അറ്റാക്ക് ചെയ്യാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവൾ ഫൈറ്റിന് റെഡി ആവുന്നു. ഹീറോയ്ക്ക് കാര്യം മനസ്സിലായി. ഇവൾ ഫൈറ്റ് ചെയ്യാനായി വന്നതുപോലെ തോന്നുന്നില്ല, വേറെ എന്തോ കാരണത്തിനാണ് വന്നതെന്ന്. നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞ് ഹീറോ അവളെ ഓടിച്ചു വിടുന്നു. അതിനുശേഷം എപ്പോഴും ഹീറോയെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. ഒരു ദിവസം അവൻ ഹീറോയോട് നേരിട്ട് സംസാരിക്കുന്നു. എത്ര തവണ ഞാൻ നിന്റെ മുന്നിലൂടെ നടന്നു പോന്നു, വരുന്നു, നിന്നെ നോക്കുന്നു, നിനക്കൊന്നും തോന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും തോന്നിയില്ല എന്ന് ഹീറോ പറയുന്നു. ഒരു തവണ പോലും തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു തവണ പോലും തോന്നിയില്ല, നീ ആദ്യം വീട്ടിലേക്ക് പോ എന്ന് പറഞ്ഞ് ഹീറോ അവളെ ഒഴിവാക്കാൻ നോക്കുന്നു. അപ്പോൾ ഹീറോയിൻ പറയാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന്. എൻ്റെ മനസ്സ് മുഴുവൻ നീയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോയിൻ തൻ്റെ പ്രണയം വെളിപ്പെടുത്തുന്നു. വളരെ ഓപ്പണായി തന്നെ അവൾ പ്രപ്പോസ് ചെയ്യാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അവൾ പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും പ്രണയിച്ചാലും നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് നിന്നോട് യാതൊരു ഫീലിങ്സും ഇല്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഞാൻ വളർത്തിയെടുക്കുകയില്ല. ഇനി നമ്മൾ തമ്മിൽ പ്രണയിച്ചാൽ തന്നെ നമ്മൾ രണ്ടുപേരും മാത്രമല്ല ബാധിക്കപ്പെടുക, ഈ നാട് മൊത്തം ഒരു കലാപ ഭൂമിയായി മാറും. കാരണം നീ ഒരു വിഭാഗത്തിലാണ്, ഞാൻ മറ്റൊരു വിഭാഗത്തിലും. അങ്ങനെ ഇരിക്കെ നമ്മൾ രണ്ടുപേരെയും വെച്ച നാട്ടിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ, ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ വേണ്ട എന്നവൻ തീർത്തു പറയുന്നു. അതുമാത്രമല്ല, നീയും എന്നോടുള്ള ഫീലിങ്സ് ഒക്കെ മറന്നേക്ക്, നീ എന്നെ സ്നേഹിക്കുന്നത് കാരണം കൂടുതൽ പ്രശ്നങ്ങൾ മാത്രമേ വരൂ എന്നവൻ പറയുമ്പോൾ അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവൾ അവിടെ കിടന്ന് ഒരു കല്ലെടുത്തെറിയുന്നു. ആ കല്ല് പോയി അവിടെയുള്ളൊരു തേനീച്ച കൂട്ടിൽ കൊള്ളുകയും ഭയങ്കരമായ തേനീച്ചകൾ വരാനും തുടങ്ങുന്നു. ഹീറോയിൻ പേടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. തേനീച്ച കൂട്ടിലെ തേനീച്ചകളൊക്കെ അവളെ കുത്താനായി വരുമ്പോൾ ഹീറോ ഉടനെ അവിടെയുള്ള നോക്കുകുത്തിയുടെ മേലിട്ടിരുന്ന ഷർട്ട് എടുത്തുകൊണ്ടുപോയി ഹീറോയിനെ മൂടിപ്പോച്ച് നിൽക്കുന്നുണ്ട്. എങ്കിലും ആ തേനീച്ചകൾ ഇവർ രണ്ടുപേരെയും കുറച്ചൊക്കെ കുത്തുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ച് ഹീറോയിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അതേസമയം തേനീച്ച കുത്തിയത് കാരണം ഹീറോയിന് നല്ല പനിയും വരുന്നുണ്ട്. ആ സമയം നോക്കി ഡോക്ടർക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഹീറോയുടെ അച്ഛനാണ് വിളിക്കുന്നത്. തേനീച്ച കുത്തി ഒന്ന് നോക്കാമോ എന്ന് ചോദിക്കുമ്പോൾ, ഓ നിങ്ങളുടെ മകനെയും തേനീച്ച കുത്തിയോ എന്ന് പറഞ്ഞ് ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അദ്ദേഹം അവിടെ നിന്നും പോകുന്നു. ഡോക്ടർ ഹീറോയെ കാണാനാണ് പോകുന്നതെന്ന കാര്യം ഹീറോയിന് മനസ്സിലാവുന്നു. ഈ ഡോക്ടർ ഹീറോയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം തേനീച്ച കുത്തിയത് കാരണം ഹീറോയിന് കടുത്ത പനിയാണെന്ന കാര്യം പറയുമ്പോൾ ഹീറോയ്ക്കും ഹീറോയിനോട് വലിയൊരു കരുതൽ തോന്നുകയാണ്. അവന് ഹീറോയിനെ കാണണം എന്ന് തോന്നുന്നു. ഹീറോയിൻ ഒരു സൈഡിലും ഹീറോ മറ്റൊരു സൈഡിലും ആണല്ലോ. ഹീറോയ്ക്ക് എന്തായോ ഏതായോ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടാണല്ലോ പോയത് എന്നൊക്കെ ഹീറോയിനും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. ആരാണെന്ന് നോക്കുമ്പോൾ ഹീറോയാണ് വീടിനുള്ളിൽ വന്നത്. ആരും അറിയാതെ അവൻ വീടിനുള്ളിൽ വന്നതാണ്. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത് എന്നവൻ പറയുന്നു. ശരിക്കും നിനക്ക് എന്നെ കാണണമെന്ന് തോന്നിയോ എന്ന് ഹീറോയിൻ വളരെ ആഗ്രഹത്തോടെ ചോദിക്കുന്നു. അതേ എന്ന് ഹീറോ പറഞ്ഞ ഉടനെ
ഹീറോയിൻ അവനെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത്രയും റിസ്ക് എടുത്താണോ നീ എന്നെ കാണാൻ വന്നത്? ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി പോയേനെ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഹീറോയിന് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കുന്നു. പിന്നെന്താ, രണ്ടുപേർക്കിടയിൽ പ്രണയം കൺഫേം ആയി. അവർ രണ്ടുപേരും സ്നേഹിക്കാൻ തുടങ്ങുന്നു. എപ്പോഴും എലിയും പൂച്ചയുമായിരുന്നവർ ഇപ്പോൾ എവിടെ വെച്ച് കണ്ടാലും പരസ്പരം നോക്കി ചിരിക്കുകയും നാണിക്കുകയും ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ പ്രണയിച്ച് നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പതിവ് പോലെ ഹീറോയിന്റെ ചേട്ടൻ ഹീറോയുടെ ഗ്രൂപ്പിലുള്ള ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് എന്തോ ഒരു പഞ്ചായത്ത് കാര്യത്തിന്റെ പേരിൽ അവനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പേടിക്കുമെന്നാണ് കരുതിയെങ്കിൽ അവൻ ചിരിക്കുകയാണ്. എടാ, നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടടിക്കുമ്പോൾ നീ ചിരിക്കുകയാണോ എന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ, നാട്ടിലെ പഞ്ചായത്തൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പഞ്ചായത്ത് നടക്കുന്നുണ്ട്, അതെന്താണെന്ന് അറിയാമോ എന്നവൻ ചോദിക്കുകയാണ്. നീ എന്താടേ പറയുന്നത് എന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ അനിയത്തിയും ഹീറോയും തമ്മിൽ പ്രണയത്തിലാണെന്ന കാര്യം അവൻ പറയുന്നു. എന്റെ അനിയത്തെ കുറിച്ച് തന്നെ നീ തെറ്റായി പറയോ എന്ന് ചോദിച്ചാൽ അവനെ പൊതിരെ തല്ലുന്നു. നീ പോയി വെരിഫൈ ചെയ്തിട്ട് വന്നിട്ട് എന്നോട് സംസാരിക്കേ എന്നവൻ പറയുമ്പോൾ, ഞാനിപ്പോ പോവാണ്, അത് സത്യമല്ലെങ്കിൽ നിനക്കിന്ന് വിവരം അറിയാം എന്ന് പറഞ്ഞ ചേട്ടൻ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം മുതൽ ആ ചേട്ടൻ തന്നെ അനിയത്തിയുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അവളെ ഫോളോ ചെയ്യുന്നു. അതുപോലെ ഹീറോയെയും ആളുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ അങ്ങനെ ഫോളോ ചെയ്തതിൽ വലുതായിട്ടൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി പതിവ് പോലെ ആ കെട്ടിയിട്ട ആളെ അവൻ വീണ്ടും അടിക്കാൻ തുടങ്ങുന്നു. ഞങ്ങളെയൊക്കെ വിഡ്ഢിയാക്കാൻ നോക്കുന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞത് കള്ളമല്ല, സത്യമാണ് എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചേട്ടൻ അതൊന്നും വിശ്വസിക്കാതെ അവനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവനൊരു ഫോൺ കോൾ വരുന്നു. അതിലൂടെ ആ കാര്യം കൺഫേം ആവുകയാണ്. നമ്മുടെ ഹീറോയും നാട് വിട്ട് ഒളിച്ചോടി എന്ന കാര്യം. പിന്നെന്താ, ഓൾറെഡി നമ്മുടെ ഹീറോ പറഞ്ഞതുപോലെ തന്നെ അവർ രണ്ടുപേരും ഒളിച്ചോടി. ഓൾറെഡി രണ്ട് തട്ടിലായി നിൽക്കുന്ന ആ നാട് ഇതോടെ ഭയങ്കരമായ അടിയുണ്ടാക്കാൻ തുടങ്ങുന്നു. നാട്ടിൽ മൊത്തം വലിയൊരു കലാപമാണ്. ഈ നാട്ടിലേക്ക് പുതുതായി വന്ന ഗവൺമെന്റ് ഓഫീസർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താടാ, എന്ത് സംഭവിച്ചാലും നിങ്ങൾ തമ്മിൽ തല്ലുന്നത്? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്ത് ചോദിച്ചാലും ആരും മറുപടി പറയുന്ന ലക്ഷണമേ ഇല്ല. ഉടനെ അദ്ദേഹം പോലീസിനെ വിളിച്ചു വരുത്താണ്. അതിനുശേഷം പോലീസിനെ വെച്ച് നിങ്ങളുടെ മേലിൽ ഞാൻ കേസ് കൊടുക്കും, അകത്തിടും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോൾ അടി കൂടിക്കൊണ്ടിരുന്നവർ എല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോകുന്നു. ഹീറോയിന് സിറ്റിയിൽ വാണി എന്ന പേരിൽ ഒരു ഫ്രണ്ട് ഉണ്ട്. ഉടനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി വാണിയെ മീറ്റ് ചെയ്യാണ്. വാണി അവളുടെ വീട്ടിൽ ഹീറോയ്ക്കും ഹീറോയിനും താമസിക്കാൻ സൗകര്യമൊരുക്കുന്നു. അവിടെ നിന്നും ഈ രണ്ടുപേരും കേരളത്തിലേക്ക് പോവാണ്. കേരളത്തിൽ പോയി അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു. അവിടെയുള്ള ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് ഇവർക്ക് കല്യാണം ഏർപ്പാടാക്കുന്നു. ഹീറോ താലി കെട്ടാനായി വരുമ്പോൾ പെട്ടെന്ന് അത് നിർത്തുകയാണ്. താൻ താലി കെട്ടില്ല എന്നവൻ പറയാണ്. തന്റെ ജാതി വരി അവൻ ആ സമയത്ത് പുറത്തെടുക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ഹീറോയുടെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി കൊടുക്കുന്നു. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിൽ നടന്ന കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നത്. ഒരിക്കൽ ഹീറോ തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചായക്കടയിലിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നില്ലേ? അവളുടെ അഹങ്കാരമൊക്കെ തീരണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അവളുടെ കല്യാണം നടക്കണം, വളരെ ഗംഭീരമായി തന്നെ നടക്കണം. അവളുടെ ഫസ്റ്റ് നൈറ്റും കഴിയണം. അതിനുശേഷം ഭർത്താവ് അവളെ വേണ്ടെന്ന് വെച്ച് ഓടിച്ചു വിടണം. അവൾ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോൾ അവളുടെ അഹങ്കാരമൊക്കെ തീരും എന്നവൻ പറഞ്ഞിരുന്നില്ലേ? അങ്ങനെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് അവൻ അവളോട് പ്രതികാരം ചെയ്തതാണെന്ന് നമ്മളെ കാണിക്കുന്നു. അങ്ങനെ അവൻ ചിരിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇപ്പോൾ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിയ ഹീറോയിന്റെ ചേട്ടൻ പൂതിരെ തല്ലുകയാണ്. അടിച്ചു വലിച്ച് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഹീറോയെ അവിടെ വെച്ച് തന്നെ കൊല്ലാനായി പോകുമ്പോൾ ഹീറോയിന്റെ അച്ഛൻ അത് തടയാണ്. തിടുക്കപ്പെട്ട് അവനെ കൊല്ലരുത്, ഇവനെ വിശ്വസിച്ചല്ലേ അവള് പോയത്, അവളെ കാണാനില്ല, അവളും വരട്ടെ, എന്നിട്ട് രണ്ടുപേരെയും ഒരിടത്ത് വെച്ച് തന്നെ തീർക്കാം എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് സപ്പോർട്ടായി അവന്റെ ആളുകളൊക്കെ അവിടെ വരികയാണ്. ഹീറോയുടെ അച്ഛൻ അവനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ നിങ്ങളുടെ മകൻ കൊണ്ടുപോയി, എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ മകനെ സപ്പോർട്ട് ചെയ്താണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഹീറോയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ മകളെ മര്യാദയ്ക്ക് വളർത്തണമായിരുന്നു. മകളെ നേരെ വളർത്താതെ എൻ്റെ മകനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് കേട്ട് രണ്ട് ഗ്രൂപ്പുകാർക്കും ഭയങ്കര ദേഷ്യം വരാണ്. അവർ ഭയങ്കരമായി അടിയുണ്ടാക്കാൻ തുടങ്ങുന്നു. വീണ്ടും പോലീസ് വന്ന് ഇവരെയൊക്കെ തടയാണ്. ഇപ്പോൾ ഹീറോയുടെ അമ്മ അവനെ വഴക്ക് പറയുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ നീ ചെയ്തത് വലിയൊരു തെറ്റാണ് എന്നവർ പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല അമ്മേ, അവൾ കുറച്ച് ഓവറായിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങളോട് എപ്പോഴും വഴക്കിന് വരുമായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു കളി കളിക്കാമെന്ന് കരുതി കളിച്ചു, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, അവളെ ഞാൻ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് വിട്ടിട്ട് വന്നത് എന്ന് ഹീറോ പറയുന്നു. ഈ കാര്യം നാട് മുഴുവൻ പരക്കാൻ തുടങ്ങുന്നു. ഹീറോയുടെ ഗ്രൂപ്പുകാർ ഇതൊരു വലിയ കാര്യമായി ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അതേസമയം ഹീറോയിന്റെ ഗ്രൂപ്പുകാർ ഇതൊരു വലിയ അപമാനമായി കരുതാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഹീറോയിന്റെ ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഹീറോ തന്റെ അനിയത്തെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഹീറോയ്ക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. അതുകൊണ്ട് ഈ കംപ്ലൈന്റിന്റെ മേൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം, ഞങ്ങൾ തമ്മിൽ തല്ലാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. ഹീറോയിൻ ഗ്രാമത്തിൽ തിരിച്ചു വന്നുവെന്ന്. ഇത് കേട്ട ഉടനെ ചേട്ടൻ വാക്കുതീയെടുത്ത് അനിയത്തെ കൊല്ലാനായി പുറപ്പെടുന്നു. അത്രയും ദേഷ്യത്തോടെ വന്ന ചേട്ടനെയും കൂടെയുള്ളവരെയും ഹീറോയിൻ ഒരൊറ്റ വാക്കിൽ സൈലന്റ് ആക്കുന്നു. ഞാനൊരു കാര്യം പ്ലാൻ ചെയ്താണ് ഇതെല്ലാം ചെയ്തത്, എന്നാൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ നടന്നത് വേറെന്തൊക്കെയാണ്, നിങ്ങൾക്കൊക്കെ നാണമില്ലേ എന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അവൻ എന്നെയും കൂട്ടി ഒളിച്ചോടിയതൊന്നുമല്ല,
ഞാനാണ് അവനെയും കൂട്ടി ഒളിച്ചോടിയത്. എന്നെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ധൈര്യമൊക്കെ അവനുണ്ടോ? ഞാൻ അവനെയും കൂട്ടി ഈ നാട് വിട്ട് പുറത്തു പോയപ്പോൾ ഈ വിഷയം വെച്ച് നിങ്ങൾ അവരുടെ ആളുകളെയൊക്കെ തല്ലി പ്രശ്നം ഉണ്ടാക്കുമെന്നും ഈ നാട് മൊത്തം കലാപം ഉണ്ടാക്കുമെന്നും കരുതി വന്ന് നോക്കുമ്പോൾ ഈ നാട് മൊത്തം ശാന്തരായിരിക്കുകയാണല്ലോ. നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവർ വീണ്ടും സന്തോഷിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ കുട്ടിയെ നമ്മൾ തെറ്റായി ചിന്തിച്ചല്ലോ, നമ്മുടെ രക്തം അങ്ങനെ ആയിരിക്കോ എന്നൊക്കെ അവർ സന്തോഷിക്കുമ്പോൾ വന്ന പോലീസുകാരൻ ഇതെന്ത് ഗ്രാമമാണ്, ഇവരെന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് ടെൻഷനായി അവിടെ നിന്നും പോകുന്നു. ഹീറോയിൻ തന്റെ PR ടീമിനെ വെച്ച്, അതായത് അവളുടെ ഗ്യാങ്ങിനൊട്ടാകെ താനാണ് ഇതെല്ലാം ചെയ്തതെന്നും അവന്റെ മാനം കെടുത്താൻ വേണ്ടി ഇതെല്ലാം ചെയ്തത് ഞാനാണെന്നും പറഞ്ഞു വരുത്തുന്നു. ഈ കാര്യം നാട് മുഴുവൻ വൈറലാവുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഭയങ്കര ഗമ കാണിച്ച് നടന്നിരുന്നില്ലേ, അതെല്ലാം കുറേശ്ശായി ഡൗൺ ആവാൻ തുടങ്ങുന്നു. ഏതാണ് സത്യം ഏതാണ് കള്ളം എന്ന് പോലും അറിയാതെ ഹീറോയുടെ ഫ്രണ്ട്സ് തന്നെ അവനെ കളിയാക്കുന്ന ലെവലിൽ കാര്യങ്ങൾ എത്തുന്നു. ഇപ്പൊ ഹീറോ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ആ വഴി ബൈക്കിൽ പോയ ഹീറോയിന്റെ ചേട്ടനോട് അവൻ വഴക്കിന് പോവാണ്. ചേട്ടൻ ദേഷ്യത്തോടെ വണ്ടി നിർത്തി വന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ അയാളെ അടിക്കുന്നു. അവിടെ വീണ്ടും അടിയും പ്രശ്നങ്ങളും തുടങ്ങുന്നു. ഉടനെ ഹീറോയിന്റെ ചേട്ടൻ തന്റെ ആളുകളെല്ലാം വിളിക്കുകയും ഹീറോയും ആളുകളും പേടിച്ചോടുകയും ചെയ്യാണ്. ഫൈനലി ഈ പ്രശ്നം പഞ്ചായത്ത് ഓഫീസിലേക്ക് തന്നെ എത്തുന്നു. പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ പൊതുരെ തല്ലുകയാണ്. ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഗവൺമെന്റ് ഓഫീസറായപ്പോൾ അവന് മനസ്സിലാവുന്നില്ല. ഓരോ തവണയും പോലീസിനെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ടും ഇവിടുത്തെ പ്രശ്നം സോൾവ് ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹം ആ പഞ്ചായത്ത് ഓഫീസിലെ മൈക്ക് ഓൺ ചെയ്ത് ചില കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ ധർമാണി കർമാണി എന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിലടിക്കുകയാണ്. എന്നാൽ ഇനി കുറച്ചു നാൾ കഴിഞ്ഞാൽ കർമാണി ധർമാണി എന്നൊരു ജാതി തന്നെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാവരും അത് കേട്ട് വളരെ ഷോക്കായി നിൽക്കുകയാണ്. കാരണം ഈ ഗ്രാമം തന്നെ ഇവിടെ ഉണ്ടാവില്ല. ഇപ്പോഴാണ് ഗവൺമെന്റിൽ നിന്നും എനിക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയത് എന്ന് പവൻ പറയുന്നു. എന്താണെന്ന് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ഗവൺമെന്റ് ഓഫീസർ പറയുന്നുണ്ട്, തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ ഒരു പുതിയ ഗവൺമെന്റ് പ്രൊജക്ട് വരാൻ പോകുന്നു. ആ പ്രൊജക്ട് വരുന്നത് കൊണ്ട് നമ്മുടെ ഈ ഗ്രാമം മൊത്തം വെള്ളത്തിനടിയിലാവും. അതുകൊണ്ട് ഗവൺമെന്റ് എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രാമവാസികളെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ ഗ്രാമം കാലിയാക്കി പോവേണ്ടി വരും. നമ്മൾ ഇവിടുന്ന് കാലിയാക്കി പോകുമ്പോൾ തന്നെ ഈ ജാതി പ്രശ്നവും നാട്ടുപ്രശ്നവും ഒക്കെ ഇല്ലാതാവും എന്ന് അദ്ദേഹം പറയുന്നു. ആളുകളെല്ലാം പേടിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ ജാതി, നമ്മുടെ ഭൂമി, നമ്മുടെ വസ്തുക്കൾ എല്ലാം ഈ ഗ്രാമത്തിലിരിക്കെ ഇതെല്ലാം എങ്ങനെ വിട്ടിട്ട് പോകും എന്ന് ചിന്തിച്ചിട്ട് അടുത്ത ദിവസം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. ആ മീറ്റിംഗിൽ പവൻ വന്ന് ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ഓട് വീഴുകയും ചോര വരാനും തുടങ്ങുന്നു. അപ്പോൾ ഹീറോയിന്റെ അച്ഛൻ അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് അറിയാനായി ഓടിച്ചെല്ലാണ്. അതേസമയം ഹീറോയുടെ അച്ഛനും പരിഭ്രമിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. ഇവർ രണ്ടുപേർക്കും ഇടയിൽ 1008 പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും പൊതുവായുള്ള ഒരാൾക്ക് പ്രശ്നം വരുമ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അതിനുശേഷം പവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് തിരികെ വീട്ടിലെത്തിക്കുന്നു. രാത്രി ഹീറോയിന്റെ അച്ഛൻ ഹീറോയിന്റെ കയ്യിൽ പവന് കൊടുക്കാനായി ഭക്ഷണം കൊടുത്തു വിടുന്നു. അതേസമയം ഹീറോയുടെ അച്ഛനും ഹീറോയുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തു വിടുന്നു. ഞങ്ങൾ സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ്, ഇത് കഴിക്കുന്ന ഹീറോയും അല്ല ഞങ്ങൾ സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ് ഇത് കഴിക്കുന്ന ഹീറോയിനും പറയുമ്പോൾ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ സ്നേഹമായിട്ട് നിൽക്കും, അതുപോലെ അടിയും കൂടും. നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുകയാണല്ലോ എന്ന് പവൻ പറയുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ട് ഗ്രൂപ്പും തമ്മിൽ അടി കൂടണ്ട, 2 ഭക്ഷണവും ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആ 2 ഭക്ഷണവും വാങ്ങി വെച്ച് അവരെ തിരിച്ചയക്കുന്നു. അടുത്ത ദിവസം ഈ നാട്ടിലേക്ക് വാർത്തകളൊക്കെ വരാൻ തുടങ്ങുന്നു. മീഡിയയിലൊക്കെ ഈ ഗ്രാമത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഗ്രാമം വെള്ളത്തിലടിയിലാകുമെന്നും അതിനുള്ളിൽ ഗ്രാമവാസികളൊക്കെ ഗവൺമെന്റ് അവിടെ നിന്ന് മാറ്റുമെന്നൊക്കെ. ഈ ഒരു സാഹചര്യത്തിൽ പവൻ പറയുന്നുണ്ട്, നോക്ക്, ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ഗ്രാമം തന്നെ ഇല്ലാതാവും. അതിനുശേഷം നിങ്ങൾ വിചാരിച്ചാൽ പോലും പരസ്പരം കാണാൻ കഴിയുമോ എന്ന് തന്നെ അറിയില്ല. ഓരോരുത്തരും ഓരോ വഴിക്ക് പോകും. അറ്റ്ലീസ്റ്റ് ഈ ഗ്രാമത്തിൽ നിന്നും നമ്മൾ പോകുന്നവരെങ്കിലും എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നൂടെ? നമ്മുടെ ഈഗോ ഒക്കെ വിട്ടുകളയാമല്ലോ. കുറഞ്ഞത് 1 മാസമോ 2 മാസമോ മാത്രമേ നമ്മൾ ഇവിടെ ഉണ്ടാവുള്ളൂ. ഉള്ള കാലം വരെ എല്ലാവർക്കും സന്തോഷത്തോടെ കഴിഞ്ഞൂടെ? അതൊരു നല്ല ഓർമ്മയായിരിക്കുമല്ലോ എന്ന് പവൻ പറയുന്നു. ഇത് ഹീറോയിന്റെ അച്ഛന് ശരിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എതിർഭാഗത്തുള്ള ഹീറോയുടെ ഗ്രൂപ്പിനോട് ഇനി മുതൽ നമുക്ക് ഫ്രണ്ട്സായി നിൽക്കാം, നമുക്കിടയിൽ യാതൊരു വഴക്കും വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. ഹീറോയുടെ ഗ്രൂപ്പുകാരും അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട 2 നേതാക്കളും ഒന്നിച്ചതിന് ശേഷം ഗ്രാമവാസികളും ഈ പുതിയ മാറ്റത്തോട് അഡാപ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിക്കുന്നു. ഫൈനലി തങ്ങളുടെ ഈഗോ ഒക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ തീരുമാനിക്കുന്നു. അവിടുത്തെ പയ്യന്മാർ അവരോട് വഴക്കിന് പോകുന്നില്ല, അവിടുത്തെ പയ്യന്മാർ ഇവരോടും വഴക്കിന് പോകുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ച് കളിച്ചും സന്തോഷിച്ചും നടക്കുന്നു. നാട് മുഴുവൻ ചേർന്ന് ഒരു വലിയ ഉത്സവം ആഘോഷിക്കാമെന്ന് പറഞ്ഞ് ഗ്രാമം മുഴുവനും ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ അവിടെ വന്നിരുന്ന ഹീറോയിനെ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും ഹീറോയിനെയും കൂട്ടി ഒളിച്ചോടി അവളെ പറ്റിച്ചതാണെങ്കിലും ഹീറോയ്ക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് അവളോട് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയുള്ള വേറൊരു പെൺകുട്ടിയെ വർണ്ണിക്കുന്നത് പോലെ അവൻ ഹീറോയിനെ വർണ്ണിക്കുന്നു. ഇത് ഹീറോയിന് മനസ്സിലാവുന്നുണ്ട്. തന്റെ ഫ്രണ്ട്സിനോട് അവൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോവാണ്. അവളെങ്ങനെ എഴുന്നേറ്റ് പോവും?
എന്ന് കരുതി ഹീറോ അവളെ ഫോളോ ചെയ്ത് പോവാണ്. വീണ്ടും ഇവർ രണ്ടുപേരും കാരണം ഗ്രാമത്തിൽ അടിയുണ്ടാവുമെന്ന് കരുതി പിള്ളേരൊക്കെ ഹീറോയെ തടയാനായി വരുന്നു. ഇപ്പോൾ ഹീറോയും ഹീറോയിനും തന്നിച്ചൊരു ഇടുങ്ങിയ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അപ്പോൾ അവർ തമ്മിൽ വഴക്കിടുമെന്നാണ് കരുതിയതെങ്കിൽ അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് ഇതെല്ലാം ഇവരുടെ പ്ലാൻ ആയിരുന്നു എന്ന്. ഹീറോയിന്റെ സൈഡിലുള്ള ഒരാൾ ഇത് കാണുന്നുണ്ട്. വീണ്ടും വന്ന് ഒളി കണ്ടിട്ട് നോക്കുമ്പോൾ ഹീറോയും അവിടെ ഇല്ല. അവരവിടെ നിന്ന് ഓടാൻ തുടങ്ങുകയാണ്. അയാളുടെ കാഴ്ചയിൽ ഹീറോയിനെ തുരത്തി ഓടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഉടനെ അയാൾ ഇവർ രണ്ടുപേരെയും വഴി തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നം കാടിനുള്ളിൽ വെച്ച് തീർക്കാം, നാട് മുഴുവൻ പ്രശ്നങ്ങളൊക്കെ മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് അയാൾ വഴക്കിടാൻ തുടങ്ങുന്നു. അപ്പോൾ ഹീറോയിനും സത്യം പറയാമെന്ന് കരുതി തങ്ങൾ എന്താണ് ചെയ്തതെന്ന് ആ വലിയ ട്വിസ്റ്റ് വെളിപ്പെടുത്തുന്നു. ഇവർ രണ്ടുപേരും വീട് വിട്ട് ഒളിച്ചോടി കേരളത്തിൽ പുതിയ ലൈഫ് തുടങ്ങിയല്ലോ. അവിടെ ഒരു ദിവസം ബോട്ടിങ്ങിന് പോയപ്പോൾ ഇവരൊരു കപ്പിൾസിനെ കാണുന്നു. ഇവരെ പോലെ തന്നെ ഒളിച്ചോടി വന്നവരായിരുന്നു അവര്. തിരിച്ച് വീട്ടിൽ പോയാൽ വലിയ പ്രശ്നമാവും, എവിടെയെങ്കിലും പോയി ജീവിക്കാം എന്ന പ്ലാനിലായിരുന്നു അവര്. അടുത്ത ദിവസം തന്നെ ആ പയ്യനെ പെൺകുട്ടിയുടെ വീട്ടുകാർ ദുരഭിമാന കൊല ചെയ്യുന്നത് ഹീറോ നേരിട്ട് കാണുന്നു. അതവന് വലിയൊരു ഷോക്കായി മാറുന്നു. നാട് മാറി, ഭാഷ മാറി, സ്ഥലം മാറി, എന്നിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോഴും എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും എത്ര ദൂരം ഒളിച്ചോടി പോയാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നവന് മനസ്സിലാവുന്നു. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ഹീറോ ആലോചിക്കുന്നു. ആ ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോയി ഇരിക്കുന്നത്. അപ്പോൾ ഹീറോ താലി കെട്ടാതെ എഴുന്നേറ്റ് പോയി. ഹീറോയിൻ പിണങ്ങി അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം ഹീറോ ഈ കാര്യങ്ങളൊക്കെ ഹീറോയിനോട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മുടെ കാര്യത്തിൽ നമ്മുടെ നാട് തന്നെ കല്യാണം കഴിപ്പിക്കണം, എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിന് നീ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി എന്നവൻ പറയുമ്പോൾ ആ പ്ലാൻ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ ഹീറോയിനും അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആ പ്ലാൻ തന്നെയാണ് ഇവർ അവിടെ വന്നത് മുതൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും എങ്ങനെയാണ് നിങ്ങൾ നാട് മൊത്തം ഒന്നാക്കി കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ഈ നാട് വെള്ളത്തിനടിയിലാവും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, അതെല്ലാം കള്ളമാണ്, അത് ഞങ്ങൾ ഉണ്ടാക്കി വിട്ട കഥയാണ് എന്ന് ഹീറോ പറയുന്നു. ഈ ഗ്രാമവാസികൾ എന്ത് കാരണത്തിനാണ് അടികൂടാൻ തുടങ്ങിയതെന്ന ചരിത്രം പോലും അറിയാതെയാണ് ഇപ്പോഴും തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഞങ്ങൾ തന്നെ സമാധാനിപ്പിച്ച് ഒന്നാക്കി മാറ്റിയെടുത്തു. ഇനി ഞങ്ങൾ വിചാരിച്ചതുപോലെ നാട് മൊത്തം ചേർന്ന് ഞങ്ങളെ കല്യാണം കഴിപ്പിക്കും എന്ന് ഹീറോ പറയുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. സിറ്റിയിൽ നിന്നും ഒരു ഗവൺമെന്റ് ഓഫീസർ ഈ ഗ്രാമത്തിലേക്ക് വരുന്നു. ഇനി അഥവാ ഈ നാട്ടുകാർ പോയി ആ ഗവൺമെന്റ് ഓഫീസറെ മീറ്റ് ചെയ്താൽ സത്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് നാട്ടുകാർ ആ ഓഫീസറെ മീറ്റ് ചെയ്യാൻ പാടില്ല, അതിനെന്തെങ്കിലും ചെയ്യണം എന്ന് പവൻ ഹീറോയെ ഫോണിൽ വിളിച്ചു പറയുന്നു. എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് സാർ, ഞാൻ നോക്കിക്കോളാം എന്ന് ഹീറോ പറയുന്നു. നാട്ടിലെ കുളത്തിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവർ ഒരു കിംവദന്തി പറഞ്ഞു വരുത്തുന്നു. നാട് മൊത്തം ആ സ്ഥലത്തേക്ക് ഓടിക്കൂടുകയാണ്. എന്താണെന്ന് അവിടെ പോയി ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഡെഡ് ബോഡി ഒന്നുമല്ല, വേറെ എന്തോ ആണെന്ന്. ഷെടാ, നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി വെറുതെ ടൈം വേസ്റ്റ് ആക്കിയല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് ആ ഓഫീസർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പാരലലി ഈ ഗ്രാമത്തിൽ ഇവർ രണ്ടുപേരും പ്രണയിച്ച് വളരെ ജോളിയായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോയുടെ ഫ്രണ്ട്സ് ഒക്കെ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, വളരെ പക്കായിട്ടൊരു പ്ലാൻ ഇട്ട് നീ എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണല്ലോ, പക്ഷെ ഇത്രത്തോളം ചിന്തിക്കാൻ പറ്റുന്ന ഒരാളല്ല നീ, നിനക്ക് എങ്ങനെ ഈ ഐഡിയ കിട്ടി? അപ്പോഴാണ് ഹീറോ പറയുന്നത്, ഈ ഗ്രാമത്തിലേക്ക് പുതുതായി വന്ന ഗവൺമെന്റ് ഓഫീസർ പവൻ തന്റെ കോളേജ് സ്റ്റോറി എന്നോട് പറഞ്ഞിരുന്നു. ആ സ്റ്റോറി വെച്ചാണ് ഈ ഗ്രാമത്തെ ഒന്നിപ്പിക്കാനുള്ള ഐഡിയ ഞാൻ ഉണ്ടാക്കിയത് എന്ന് ഹീറോ പറയുന്നു. ഒരിക്കൽ ഹീറോയും ഗവൺമെന്റ് ഓഫീസറായ പവനും കൂടി മദ്യപിക്കാനായി പോയിരുന്നു. അപ്പോൾ ഈ പവൻ അവനോട് പറഞ്ഞിരുന്നു, കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഗ്യാങ് ആയി തിരിഞ്ഞ് എപ്പോഴും തല്ലും പ്രശ്നമൊക്കെ ആയി നടക്കുകയായിരുന്നു. എന്നാൽ കോളേജ് കഴിയാറായ ആ സമയത്ത് ഞങ്ങൾ ആരും അറിയാതെ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് കോളേജിൽ ഒറ്റക്കെട്ടായി സന്തോഷത്തോടെ നിൽക്കാമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഓർമ്മകളിൽ മുഴുവനും അടിയും വഴക്കും മാത്രമായിപ്പോയി. ഇനി ഈ സമയം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ലല്ലോ എന്നോർത്ത് വളരെ സങ്കടമായിപ്പോയി. വേർപാട് എന്നൊരു കാര്യം വരുമ്പോഴാണ് നമുക്കിതിന്റെ യഥാർത്ഥ വില മനസ്സിലാകുക എന്ന് മദ്യപിച്ച ലഹരിയിൽ പവൻ പറഞ്ഞിരുന്നു. ആ പോയിന്റാണ് ഹീറോ പിടിച്ചത്. ഈ ഗ്രാമത്തിൽ 2 പ്രശ്നങ്ങളുണ്ടെങ്കിൽ മൂന്നാമതൊരു പ്രശ്നം വരുമ്പോൾ അവ രണ്ടുപേരും ഒന്നാവും. അപ്പോൾ ആ മൂന്നാമത്തെ പ്രശ്നം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നവൻ തീരുമാനിച്ചത് അങ്ങനെയാണ്. എന്നാൽ അവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ്. അതെന്താണെന്ന് വെച്ചാൽ ഹീറോയിന്റെ ചേട്ടന്റെ കയ്യിൽ ഒരാൾ പെട്ടിരുന്നില്ലേ, കെട്ടിയിട്ട് തല്ലി ഹീറോയിന്റെ ലവ് സ്റ്റോറി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ആൾ. അയാൾ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഗ്രാമവാസികളോട് പോയി സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. ഇവരൊക്കെ ചേർന്ന് നമ്മളെ പറ്റിക്കുകയാണ്, ഈ ഗ്രാമം വെള്ളത്തിനടിയിലാകാനൊന്നും പോകുന്നില്ല, നമ്മൾ ആരും ഇവിടുന്ന് പോവാനും പോകുന്നില്ല, ഇവര് നമ്മളെ പ്രാങ്ക് ചെയ്യാണെന്ന് അയാൾ പറയുന്നു. അടുത്ത ദിവസം രാവിലെ ഹീറോയുടെ അച്ഛൻ തന്നെ ഹീറോയെ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവന്ന് പൊതിരെത്തെല്ലാം തുടങ്ങുന്നു. എതിർഭാഗത്തുള്ളവർക്കും ഭയങ്കര ദേഷ്യം വരുന്നു. വീണ്ടും പഴയപടി ഹീറോയുടെ ഗ്രൂപ്പുകാരും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് അടികൂടാൻ തുടങ്ങുന്നു. അവരങ്ങനെ ഹീറോയെ തല്ലുകയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ വീട് എന്ന് പറഞ്ഞ് അവൻ പറയുന്നുണ്ട്, ഈ നാട്ടിൽ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ വലിയ തെറ്റാണ്. നാട്ടുകാർ 2 വിഭാഗമായി തിരിഞ്ഞ് തമ്മിലടിച്ച് മരിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉള്ള ജീവിതം എല്ലാവരും ഒന്നായി നിന്ന് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കരുതി നിങ്ങളെയൊക്കെ ഒരുമിപ്പിക്കാൻ നോക്കി എന്നെ പറയണല്ലോ. എല്ലാ തെറ്റും എൻ്റെ ഭാഗത്താണ്.
എന്ന് അവൻ വളരെ ഇമോഷണലായി സംസാരിക്കുന്നു. ഇന്നലെ വരെ നാട് വെള്ളത്തിനടിയിലാവുന്നതിന് മുമ്പ് പ്രശ്നങ്ങളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരും ഇപ്പോൾ നാട് വെള്ളത്തിനടിയിലാവുന്നില്ല എന്നറിഞ്ഞപ്പോൾ വീണ്ടും 2 ഗ്രൂപ്പുകളായി അടികൂടാൻ തുടങ്ങിയിരിക്കുകയാണ്. കൊള്ളാലോ നിങ്ങളുടെ ന്യായവും ധർമ്മവും എന്ന് പറഞ്ഞ ഹീറോ കൈയടിക്കുന്നു. എന്നെ വിട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു നടക്ക് എന്ന് പറഞ്ഞ ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഹീറോ പോയതിനു ശേഷം അവിടുത്തെ കാരണവന്മാർ സംസാരിക്കാൻ തുടങ്ങുന്നു. രാത്രി ഹീറോയെ ഫോൺ വിളിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാം ശരിയാക്കാന്ന് കരുതിയപ്പോൾ എല്ലാം കൈവിട്ട് പോവാണല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് ഹീറോയും മറുപടി പറയുന്നു. ആ സമയത്ത് ഹീറോയിന്റെ ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ നാട്ടിലെ വലിയ ആളുകളൊക്കെ ഒത്തുചേർന്ന് സംസാരിക്കുകയാണ്. സത്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ഈ ഗ്രാമം വളരെ നല്ലതായിരുന്നു. ഇതേപോലെ എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നവർ പറയുന്നു. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഗ്രാമവാസികൾക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഹീറോയിനും തമ്മിൽ പ്രണയിച്ച് ഒളിച്ചോടി എന്ന് പറഞ്ഞ് അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഹീറോയിനും കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ 2 ഗ്രൂപ്പുകളും ഒന്നാവുമല്ലോ. അതിനുശേഷം ഈ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാമല്ലോ എന്ന് കരുതി അവർ 2 പേരുടെയും അച്ഛനമ്മമാരെ പോയി അപ്രോച്ച് ചെയ്യുന്നു. ഹീറോയിന്റെ അച്ഛൻ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഗ്രാമവാസികളുടെ അനുഗ്രഹത്തോടെ ഇവർ 2 പേരുടെയും കല്യാണം നടത്താനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നില്ലേ? അവിടെയാണ് ഒരു ട്വിസ്റ്റ്. കല്യാണ മണ്ഡപത്തിൽ ഹീറോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് സമയമായിട്ടും ഹീറോയിൻ വരുന്നതേയില്ല. എന്താണ് കാര്യമെന്ന് അറിയാൻ പോയവർക്ക് വലിയൊരു ഞെട്ടലാണ് കാത്തിരുന്നത്. റൂമിനുള്ളിൽ ഹീറോയിൻ കഴുത്തറക്കപ്പെട്ട് മരിച്ചു കിടക്കുകയാണ്. അവിടെയുള്ളവരെല്ലാവരും ഓടിച്ചെന്ന് നോക്കുകയാണ്. അവിടെ മുഴുവൻ ചോര കിടക്കുകയാണ്. ഹീറോയിനെ എടുത്തുകൊണ്ട് ഭയങ്കരമായിട്ട് കരയാണ്. ഭയങ്കര കലിപ്പായ ഹീറോ അവിടെയുള്ള വാക്കത്തി എടുത്ത് പുറത്തേക്ക് വരുന്നു. എന്തിനാണ് അത് ചെയ്തത്, ആരാണത് ചെയ്തത് എന്ന് ചോദിച്ച് അവൻ ഹീറോയിന്റെ ചേട്ടനെ വെട്ടാനായി പോകുന്നു. സത്യം പറ, നിനക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടല്ലേ നീ നിന്റെ അനിയത്തെ കൊന്നത് എന്നവൻ ചോദിക്കുകയാണ്. എൻ്റെ അനിയത്തെ ഞാൻ എന്തിനാടാ കൊല്ലണത്, എനിക്കതിന് പൂർണ്ണ സമ്മതമായിരുന്നു എന്ന് ചേട്ടൻ പറയുന്നു. ഹീറോ കത്തി വെറുതെ വീശിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ അവിടെ ഇരുന്ന് കരയാണ്. ഹീറോയിനെ ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആർക്കും അറിയില്ല. ഹീറോ ഭയങ്കര വിഷമത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവനൊരു കാര്യം ആലോചിക്കുന്നത്. ഈ ഗ്രാമവാസികളെല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഇരുന്നപ്പോൾ പോലും ഒരു ചായക്കടക്കാരൻ മാത്രം ഞാൻ ഈ ജാതിക്കാർക്ക് മാത്രമേ ചായ കൊടുക്കൂ, മറ്റു ജാതിക്കാർക്ക് ചായ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാമം മൊത്തം ജാതി ഒരു മാറ്റിവെച്ച് വളരെ ഹാപ്പി ആയിരിക്കുമ്പോൾ ഈ ചായക്കടക്കാരൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി ഹീറോ ആ ചായക്കടക്കാരനെ പിടിച്ച് തല്ലി ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴാണ് സത്യം മനസ്സിലാവുന്നത്. ആ ചായക്കടക്കാരനാണ് ഇത് ചെയ്തതെന്ന്. ഇവൻ എന്തിനാണത് ചെയ്തതെന്ന് വെച്ചാൽ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ അമ്മ, അച്ഛൻ, ചേച്ചി, അനിയൻ എന്നിങ്ങനെ 4 പേരെ കാണിച്ചിരുന്നില്ലേ? ചേച്ചി പ്രണയിച്ചു എന്ന് പറഞ്ഞ് മാനം പോവെന്ന് കരുതി അച്ഛൻ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരുന്നില്ലേ? എല്ലാവരും കഴിച്ചു മരിച്ചില്ലേ? അതിൽ ഈ പയ്യൻ മാത്രം ജീവനോടെ രക്ഷപ്പെട്ടിരുന്നു. ആ പയ്യനാണ് ഈ ചായക്കടക്കാരൻ. എൻ്റെ അച്ഛൻ ജാതിയാണ് വലുത്, ജാതിയുടെ അഭിമാനമാണ് വലുത് എന്ന് പറഞ്ഞ് ജീവൻ കളഞ്ഞു. പക്ഷെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഒന്നായില്ലേ, അങ്ങനെ ഒന്നാവാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കല്യാണം വരെ കാത്തിരുന്ന് ഹീറോയിന്റെ റൂമിൽ കയറി അവളുടെ കഴുത്തറുത്തത് അവനാണ്. നീ ഈ പറയുന്നതൊക്കെ ന്യായമാണോടാ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതെ ന്യായമാണ്, ആ പെണ്ണ് ഞങ്ങളുടെ ജാതിയിൽപ്പെട്ടവളാണ്, അവളെ നിനക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും എന്നവൻ ചോദിക്കുമ്പോൾ എന്താടാ നീ ഇപ്പോഴും ജാതി എന്ന് പറഞ്ഞ് നടക്കുന്നത്? ആദ്യം നീ ഒരു മനുഷ്യനായി ചിന്തിച്ചു നോക്ക്. നിന്റെ അച്ഛൻ ജാതി നോക്കി സ്വന്തം ഫാമിലിയെ തന്നെ നശിപ്പിച്ചു. ഇപ്പൊ നീ ജാതി നോക്കി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കഴുത്തറത്തിരിക്കുന്നു. ഇപ്പൊ നീ ജയിലിൽ പോയാൽ നിന്റെ ഫാമിലി നശിക്കില്ലടാ എന്നവൻ വഴക്ക് പറയുന്നു. ജാതിക്ക് വേണ്ടി കൊല്ലാൻ പോവാതെ ജാതി വെച്ച് രാഷ്ട്രീയം കളിക്കുന്നവരുണ്ടാവില്ലേ, അവരെതിർത്ത് നിൽക്കണോടാ, അതാണ് യഥാർത്ഥ അഭിമാനം, അതാണ് യഥാർത്ഥ ധീരത എന്ന് ഹീറോ പറയുമ്പോൾ പെട്ടെന്ന് ആ ചായക്കടക്കാരൻ പറയുന്നുണ്ട്, ഇപ്പൊ നീ പറഞ്ഞ ഈ വാക്കുകൾ അന്ന് എൻ്റെ അച്ഛനോട് പറയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അനാഥനായത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറിയത് എന്ന് പറഞ്ഞ് അവൻ പശ്ചാത്തപിക്കുന്നതായി നമ്മളെ കാണിക്കുന്നു. അവിടെയാണ് മറ്റൊരു ടെസ്റ്റ് കൂടി വരുന്നത്. ഹീറോ പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചോറ്റുപാത്രം എടുത്ത് ഹീറോയുടെ ഭാര്യയും വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. ഹീറോയിൻ മരിച്ചിട്ടില്ല. സത്യത്തിൽ അവൻ കഴുത്തറത്തില്ലേ, ആ കത്തി അധികം ആഴത്തിൽ കൊള്ളാതിരുന്നത് കൊണ്ട് ഭാഗ്യവശാൽ ഹീറോയിൻ ജീവനോടെ രക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇവർ 2 പേരും ഈ ഗ്രാമത്തിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതായി കാണിച്ച് ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.